നമുക്കിനി കപ്പലിലെ തീപിടിച്ച വാർത്തയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളിലേക്ക് വളരെ വേഗം പോകേണ്ടതുണ്ട്. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല, സ്ഫോടനങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഈ ഏറ്റവും പുതിയ കാര്യമെന്ന് പറയുന്നത് ഈ കപ്പലിലെ തീ ഇതുവരെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോഴും പൊട്ടിത്തെറികൾ വ്യാപകമായി കപ്പലിൽ തുടരുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, വളരെ ഗുരുതരമായ രാസവസ്തുക്കളടക്കം ആ കപ്പലിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തീ പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറികൾ സ്വാഭാവികമാണ്. അത് വളരെ ഗുരുതരമായി തന്നെ തുടരുന്നു. അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് വെല്ലുവിളിയാകുന്നത് ഈ പറയുന്നത് പോലെ തീ അണയ്ക്കാൻ പറ്റാത്തതും കൂടുതൽ സ്ഫോടനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ്. ഈ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ തീ അണയ്ക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 4 പേരെയാണ് ഈ കപ്പലിൽ നിന്ന് ഇനി കണ്ടെത്താനുള്ളത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടേതും അടക്കം 7 കപ്പലുകളാണ് ഇപ്പോൾ പ്രദേശത്തുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. INS സൂറത്തും INS സത്ലജുമാണ് നേവിയുടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്നത്. INS സൂറത്തിലാണ് ഇന്നലെ കപ്പലിലെ 18 ജീവനക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ INS സത്ലജാണ് ഈ അപകടം നടന്ന സ്ഥലത്തുള്ളത്. ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ മറ്റ് 6 കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും അടക്കം ഇപ്പോൾ ഉണ്ട്. ഇതാ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇതാ പൂർണ്ണമായും കത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ കപ്പലിൽ നിന്ന് വലിയ തോതിൽ വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് കാണാൻ കഴിയുന്നു. പക്ഷേ അതിഭയങ്കരമായ രീതിയിൽ തീ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ പുകയും മറ്റും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കേരള തീരത്ത് നിന്ന് ഇപ്പോൾ ബേപ്പൂർ തീരത്ത് നിന്ന് 150 കിലോമീറ്റർ അപ്പുറം 78 നോട്ടിക്കൽ മൈൽ അപ്പുറമാണ് ഈ വലിയ തീപിടുത്തം നമുക്ക് കാണാൻ കഴിയുന്നത് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ എങ്ങനെയാണ് കടലിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ തീ അണയ്ക്കുന്നത് എന്നതിൻ്റെ ഉള്ള ഒരു കാഴ്ച കൂടിയാണ്. നേവിയുടെ കപ്പലുകളിൽ നിന്ന് വെള്ളം ചീറ്റുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു തീ അണയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടിത്തെറികൾ ഇങ്ങനെ രൂക്ഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വലിയ അപകടമാണ്. അതാണ് വെല്ലുവിളിയാകുന്നതും. പരമാവധി ശ്രമിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം കാണുന്നു. വലിയ തോതിൽ കറുത്തതും വെളുത്തതുമായ പുകച്ചുരുളുകൾ ഇങ്ങനെ ആകാശത്തേക്ക് കപ്പലിൽ നിന്ന് പൊങ്ങുന്നതാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. നടുക്കടലിൽ കപ്പലിന് തീ പിടിച്ചുണ്ടായ അപകടത്തിന്റെ ആ തീ ഇപ്പോഴും ആളിക്കത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഉൾക്കടലിൽ നിന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് കൈരളി ന്യൂസ് സ്ക്രീനിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഈ സ്ക്രീനിൽ ഒരു പാത്തി പോലെ കാണുന്നത് അത് ഡോണിയർ വിമാനങ്ങൾ പറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. ആകാശത്ത് നിന്ന് നാവികസേനയുടെ തീരസംരക്ഷണ സേനയുടെ ഡോണിയർ വിമാനങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നമ്മൾ ഏറ്റവും എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആയി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ തീ ഇങ്ങനെ ആളിക്കത്തുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് കാരണമാകുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന സ്ഫോടനങ്ങളാണ്. ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യമാണ് ആ സ്ഫോടനങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. നമ്മുടെ തീരത്ത് നിന്ന് ഇപ്പോൾ ബേപ്പൂരിൽ നിന്ന് കണക്കെടുക്കുകയാണെങ്കിൽ 150 കിലോമീറ്റർ അപ്പുറം അന്താരാഷ്ട്ര കപ്പൽശാലയിലാണ്. നമ്മുടെ സംസ്ഥാനവുമായിട്ട് ഒരു ബന്ധവുമില്ല. വേണമെങ്കിൽ നമ്മുടെ രാജ്യവുമായിട്ട് പോലും സാങ്കേതികപരമായി ബന്ധമില്ലെന്ന് പറയാം. കാരണം നമ്മുടെ അധീന മേഖലയല്ല, അതിനപ്പുറം അന്താരാഷ്ട്ര കപ്പൽശാലാണ് എന്ന തരത്തിൽ കൂടി അത് വായിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ പറയാൻ കാരണം സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കാനുള്ള നീക്കങ്ങളൊക്കെ ഇവിടെ ചില വിദഗ്ധരെന്ന് അവകാശപ്പെടുന്നവരും ഇവിടുത്തെ പ്രതിപക്ഷവും നടത്തുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമുക്കത് പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. കേരളത്തിന്റെ തീരവുമായി ഒരു ബന്ധവുമില്ലാതെ നമ്മുടെ തീരത്ത് നിന്ന് 150 കിലോമീറ്റർ അപ്പുറം നടുക്കടലിലാണ് കൊളംബോയിൽ നിന്ന് നവി മുംബൈയിലേക്ക് പോയ കപ്പലിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നു. ആളിക്കത്തുന്ന തീയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അണയ്ക്കാൻ ശ്രമിക്കുന്ന നാവികസേനയുടെ കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ കപ്പലുകളെ നമുക്ക് കാണാൻ കഴിയുന്നു. സേനാ വിഭാഗങ്ങളുടെ സംവിധാനങ്ങളെ കാണാൻ കഴിയുന്നു. ആ ദൃശ്യങ്ങൾ നമ്മളിങ്ങനെ കാണുകയാണ്. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സ്ഫോടനങ്ങൾ തന്നെയാണ്. തുടർ സ്ഫോടനങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് അധികൃതർ നമുക്ക് നൽകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരുപക്ഷെ കൂടുതൽ കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല. തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കപ്പൽ ഇപ്പോഴും മുങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ ആ തീ ഇങ്ങനെ ആളിപ്പടരുന്നത് കാണാൻ കഴിയുന്നത്. കപ്പൽ മുങ്ങിയാൽ ആ കണ്ടെയ്നറുകൾ സ്വാഭാവികമായി വെള്ളത്തിനടിയിലേക്ക് പോകും. അത് കൂടുതൽ ഗുരുതരമായ പ്രതിസന്ധികൾ കടലിലെ ആവാസ വ്യവസ്ഥയിൽ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ആ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ വേറെ നിൽക്കുന്നുണ്ട്. ഇത് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. കപ്പലിൽ നിന്ന് തീ ഉയരുന്നതിന്റെ ആളിക്കത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അണയ്ക്കാൻ ശ്രമിക്കുന്ന സേനാ വിഭാഗങ്ങളുടെ പരിശ്രമത്തെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഡോണിയർ വിമാനങ്ങളിൽ നിന്ന് പകർത്തിയ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. ഒരു കടലിന് നടുവിൽ വലിയൊരു അപകടം ഉണ്ടാകുന്നു. ചരക്ക് കപ്പലിന് തീപിടിക്കുന്നു. ആ തീ ഇപ്പോഴും ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഏകദേശം ഈ ഒരു 11 മണി സമയത്തോടു കൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. അത് പുറം ലോകത്തേക്ക് നമ്മുടെ മുൻപിലേക്ക് വാർത്തയായി എത്താൻ ഏകദേശം 1 മണി സമയത്തോളം എടുത്തു. ആ സമയം മുതൽ ഇപ്പോൾ നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ പല ഘട്ടങ്ങളിൽ കണ്ടു. അതിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീ
കത്തിക്കൊണ്ടിരിക്കുന്നു. കറുപ്പും വെളുപ്പുമായ പുക അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയുന്നു. അത് അണയ്ക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പോൾ ഇങ്ങനെ സേനാ വിഭാഗങ്ങളുടെ കപ്പലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നു. പക്ഷേ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന പൊട്ടിത്തെറികളാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇപ്പോൾ നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി പരിശ്രമിക്കുകയാണ് സേനാ വിഭാഗങ്ങൾ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷേ കൂടുതൽ കപ്പലുകൾ വരും സമയങ്ങളിൽ എത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. വലിയൊരു പരിശ്രമം ഇപ്പോൾ നമ്മൾ കാണുകയാണ്. തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.